ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അല്ലേ, കുറേ ദിവസമായില്ലേ ശരിക്കും ഒരു വീഡിയോ വന്നിട്ട്. ജിൻഡോ ചേട്ടൻ്റെ അത് കഴിഞ്ഞ ശേഷം അങ്ങനെ വീഡിയോ വരാറില്ല. പിന്നെ വളരെ കുറച്ച് ഞാൻ ഗ്യാപ്പ് വന്നതുകൊണ്ടാവും എനിക്ക് ഒത്തിരി വ്യൂവേഴ്സ് കുറഞ്ഞു. പക്ഷെ ഭയങ്കര ഹാപ്പി. എന്താണെന്നറിയോ, പിന്നെ എനിക്ക് 2K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ 2.5K ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് എൻ്റെ ഓൾ സബ്സ്ക്രൈബേഴ്സിന്. അപ്പോൾ ഞാനത് ചെറിയൊരു പരീക്ഷണം കേട്ടോ. അതായത് പിന്നെ വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ കൊച്ചിന് മിമിക്രി പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ അത് എത്രത്തോളം ശരിയാവുണ്ടെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് മിമിക്രി ഞാനിവിടെ ഷെയർ ചെയ്യണം. എത്രത്തോളം ശരിയാവുണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ കൊച്ചിനെ സ്കൂളിൽ അവതരിപ്പിച്ചിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുറേ പട്ടി പൂച്ച അതൊക്കെ നമ്മൾ നോർമൽ വോയിസ് ആണെങ്കിലും 2 എണ്ണം പറഞ്ഞു കൊടുത്തത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് ശരിക്കും അത് അങ്ങനെ തന്നെയാണെന്ന് നോക്കണേ. അതായത് ഫസ്റ്റ് വൺ, ഒരു പണ്ട് കാലത്ത് നമ്മുടെ മരമില്ലേ, അത് വാള് കൊണ്ട് എങ്ങനെയാണ് മുറിക്കുന്നത്, അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. പണ്ട് കാലത്ത് മോൻ സ്കൂളിൽ കോമ്പറ്റീഷന് ഫസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ഈസിയാണ് നമുക്ക് പഠിക്കാൻ ശരിക്കും. അതായത് ഇങ്ങനെ പിടിക്കുക കൈ, ഇതിൻ്റെ നമ്മുടെ ഉള്ളം കൈ കൊണ്ട് അവിടെ അടിയാ രണ്ടുപേരും. അവന് കിട്ടുന്നുണ്ട്, അവർക്ക് കിട്ടുന്നില്ല. ഉള്ളം കൈ ചുണ്ടിലേക്ക് ഇങ്ങനെ ചേർത്തിക്കുക, എന്നിട്ട് മുകളിലോട്ട് വലിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് കൈ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ കുഞ്ഞു പിള്ളേർക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് LKG UKGക്കൊക്കെ നമുക്ക് സ്കൂൾ കോമ്പറ്റീഷനൊക്കെ മിമിക്രി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെ വാള് വെക്കുന്ന മരം മുറിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കേട്ടാലോ. കുറെ ശരിയായോ? ഒന്നുകൂടെ കൈ ഇങ്ങനെ വയ്ക്കുക, വായ് ചുണ്ട് ഇതിലേക്ക് മുട്ടണം കേട്ടോ. ആയോ? ഒത്തിരി സന്തോഷം. പിന്നെ ഉള്ളതൊന്ന്, നമ്മുടെ മകുടിയില്ലേ, മറ്റേ പാമ്പിന് വേണ്ടിയിട്ട് മകുടി ഊതുന്നത് എങ്ങനെയാണെന്ന് അത് ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചതാണ്. പക്ഷേ ഞാൻ പഠിപ്പിച്ച കൊച്ചിന് ആ ശരിക്കും ഒരു മ്യൂസിക് ഈ ടോൺ നമ്മൾ ആദ്യം പഠിക്കുക. ഓക്കെ, അങ്ങനെ പഠിക്കുക. അപ്പോൾ ആദ്യം ആ ട്യൂൺ പഠിക്കുക. അപ്പോൾ ഓക്കെ അല്ലേ? എങ്ങനെയാണ്? ഇത് നമുക്ക് മിമിക്രിയിലോട്ട് പോകാം. തെറ്റുകളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. കാരികല്ല, ഞാൻ ഭയങ്കര കലാകാരിയൊന്നുമല്ല കേട്ടോ. പക്ഷേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മിമിക്രി അവതരിപ്പിച്ചിട്ടില്ല. പിന്നെ കലാരചന, കവിതാരചന, പോയം, പിന്നെ ഡാൻസ്, അതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ മിമിക്രിക്ക് പങ്കെടുത്തിട്ടില്ല. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. അപ്പോൾ നോക്കാം എങ്ങനെയാണ്. ആദ്യം ഇങ്ങനെ വയ്ക്കുക കഴുത്ത്. ഓക്കെ, എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് മൂക്ക് ടൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കുക. ഓക്കെ, അപ്പോൾ മൂക്ക് ടൈറ്റായിട്ട് ഇപ്പോൾ ഹലോ എന്ന് പറയുന്നതും മൂക്ക് കൊണ്ട് ഹലോ പറയുന്നതിന് വ്യത്യാസമല്ലേ. മൂക്ക് കൊണ്ട് സംസാരിക്കുമ്പോൾ ഡിഫറെൻറ്റ് സൗണ്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇങ്ങനെ കഴുത്ത് വയ്ക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇങ്ങനെ. എന്നിട്ട് നമ്മൾ പഠിച്ചില്ലേ അതെന്തുകൊണ്ട് അത് നമ്മൾ പറയുക. ഓക്കെ, ഇങ്ങനെ വന്നില്ലേ. അപ്പോൾ ഒരു 1% കിട്ടിയോ? 1% കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ആന്നൊരു സൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ്. അതാണ് എൻ്റെ ഹൈലൈറ്റ്. ഓക്കെ, 2 ഫിംഗർ എടുക്കുക കേട്ടോ.
എങ്ങനെയുണ്ട്? കുറച്ച് ശരിയായോ? 50% കിട്ടിയോ? പക്ഷെ എനിക്ക് ഇത് ആദ്യമായിട്ട് ഞാനിങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ സിസ്റ്ററുടെ മക്കളൊക്കെ പറഞ്ഞു ആൻറ്റി സൂപ്പറായിട്ടുണ്ട്, കറക്റ്റ് ആകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അങ്ങനെ നമ്മുടെ ടി വിയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് അങ്ങനെ പാമ്പിന് ഇങ്ങനെ മകുടി ഊതുന്നതൊന്നും കണ്ടിട്ടൊന്നുമില്ല, ടി വിയിലേ കേട്ടിട്ടുള്ളൂ. പിന്നെ ടി വിയിൽ നമ്മൾ ആ ഒച്ച ടി വിയിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ, നേരിട്ടൊന്നും കേട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്നുകൂടെ ഫസ്റ്റ് കഴുത്ത് ഇങ്ങനെ വയ്ക്കുക, നല്ല കൊച്ചു അങ്ങനെ വൈഡാക്കി വയ്ക്കുക, എന്നിട്ട് ഒരു കൈക്കെട്ട് പോക്കി ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് അപ്പോൾ മ്യൂസിക് പഠിച്ചു വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ വയ്ക്കുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ ശരിയായോ? അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ആശാരി മരം മുറിക്കുന്നതും, പിന്നെ ഒന്ന് ആശാരി പണ്ട് കാലത്തിൽ വാൾ വെച്ച് മരം മുറിക്കുന്നത് കേട്ടോ. ഇപ്പം നമുക്ക് മറ്റേ മെഷീനൊക്കെ വന്നു, അതല്ല, പണ്ട് കാലത്ത് വാൾ വെച്ച് മരം മുറിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ സൗണ്ട്. ശരിക്കും നല്ല ഈസിയാണ്. കൈ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളം കൈയിലേക്ക് നമ്മുടെ ലിപ്സ് കൊണ്ടുപോകുക, എന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ മേലോട്ട് വലിക്കുക. അപ്പോൾ ഈ ഉള്ളം കയ്യിൽ നമ്മുടെ ഇതാകുമ്പോൾ എയർ നമുക്ക് പുറത്തേക്ക് പോകില്ല, പുറത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആകാതെ ഇങ്ങനെ ഒരു ആക്ഷനും കൂടെ കാണിക്കാൻ പഠിപ്പിക്കാം മക്കളെ. അങ്ങനെ പഠിപ്പിക്കാം. അപ്പോൾ 2 ഇപ്പോൾ എനിക്ക് 2, പിന്നെ ഒന്ന് ഞാൻ പഠിച്ചു, പക്ഷേ എനിക്ക് ശരിക്കും കിട്ടുമെന്ന് ട്രൈ ചെയ്യാൻ നോക്കാം. അതായത് മൊബൈൽ നമ്മുടെ പണ്ട് കാലത്തെ മൊബൈലൊക്കെ വൈബ്രേറ്റ് ആകുമ്പോൾ ടേബിളിൽ വെച്ച് നമ്മൾ വൈബ്രേറ്റ് ആക്കില്ല, അങ്ങനെ അതിന് കറക്റ്റ് കിട്ടുമോയെന്ന് അറിയില്ല. അന്ന് ഞാൻ കുറേ ശ്രമിച്ചിട്ട് കിട്ടിയില്ല, ജസ്റ്റ് ട്രൈ മാത്രം കേട്ടോ. അത് ഇതുപോലെ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഈ കൈ വെക്കുക, എന്നിട്ട് അങ്ങനെ പറയുക. അതായത് 2 സൈഡ് നമുക്കിങ്ങനെ പറയുമ്പോൾ 2 സൈഡിൽ കൂടെ എയർ ഇങ്ങനെ പുറത്ത് പോകില്ലേ, പക്ഷെ അങ്ങനെ പോകാതെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ നടുക്ക് പ്രസ് ചെയ്യണം. കിട്ടുന്നില്ല കേട്ടോ. കിട്ടിയില്ലേ? കുറച്ചായില്ലേ? കുറേയൊക്കെ ആയില്ലേ? അതായത് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ചെയ്തത് ഈ കൈ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇത്ര പിടിച്ചിട്ട് ഈ ഒരു സൈഡിൽ കൂടെ എയർ വിടുക കേട്ടോ ചെയ്തത്. അപ്പോൾ എനിക്ക് സന്തോഷമായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുഞ്ഞു മക്കളെ മിമിക്രിയൊക്കെ പഠിപ്പിക്കുന്ന LKG UKG മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മറക്കരുത്. താങ്ക് യു, നന്ദി, നമസ്കാരം. താങ്ക് യു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കുഞ്ഞു മക്കളെ പഠിപ്പിക്കാനും മറക്കരുത്. ബൈ.